ഇവിടെ നിൽക്കുകയെന്ന് വെച്ചാൽ വരെ അവിടെ ബസ്സിനെയും കാത്ത് അപ്പോഴാണ് അമ്മ വിളിച്ച് പറഞ്ഞത് നീ പോയി ഈ ഡ്രസ്സിൽ പോകേണ്ട വേറെ ഡ്രസ്സ് എടുക്കാറ് ചെയ്ത ഡ്രസ്സാണെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ പോയി കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ബസ്സിൽ കയറാൻ വെച്ചവരെ കുറച്ച് നേരം എടുക്കും കുളിക്കാനായിട്ട് ബസ്സിൽ കയറാനായിട്ടൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ചമ്മരെ അതെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഉള്ളോട്ട് കയറണം വെച്ചാൽ ഡ്രൈവിംഗ് സീറ്റിലൂടെയാണ് കയറണം. ഓക്കെ വെച്ചാൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ബസ്സാൾ ഡ്രൈവർ എടുക്കാൻ പോകുന്നു, അല്ല വണ്ടി എടുക്കാൻ പോകുകയാണ് വെച്ചാൽ. ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോകണം വെച്ചാൽ നമ്മുടെ ഈ ട്രിപ്പ് പോണത് വേറെ സിറ്റിയിലോട്ടാണ് വെച്ചാൽ. അതുകൊണ്ട് കുറച്ച് നേരം എടുക്കും പോകാനായിട്ട്. വെച്ചമ്മരെ വേറെ സിറ്റിയിലോട്ട് പോണതിന് മുമ്പാണ് വെച്ചാൽ ഞാനൊരു കാര്യം അറിഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരു ഏലിയൻ ഇറങ്ങിയിട്ടുണ്ട് വെച്ചാൽ. അതാണ് കാരണം. എന്താണെന്ന് വെച്ചാൽ ഈ ഏലിയനില്ലേ അതൊരു പച്ച UFO ആയിരിക്കും വരുന്നത്. ഇതുപോലത്തെ ടൂർ ബസ്സിനായിരിക്കും ഒറ്റയ്ക്കാണ്. ഞങ്ങൾ പ്രത്യേക വെപ്പൺസൊക്കെ ആയിട്ടാണ് വെച്ചാൽ നമ്മൾ വന്നേക്കണത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാട്ട് പോവുകയാണ് ടൂർ ബസ്. അടുത്ത സിറ്റിയിലോട്ട് പോകാണ്ട് കുറച്ച് ദൂരമുണ്ട്, 50 മൈലെങ്ങാണ്ട് കാണുമ്പോൾ വെച്ചാൽ. അപ്പോൾ വെച്ചാൽ നമുക്ക് ആ സിറ്റിയുടെ അടുത്തെത്താറാകുമ്പോൾ നമുക്ക് അടുത്ത ഇത് കാണാം. അപ്പോൾ വെച്ചാൽ നമ്മൾ അടുത്ത സിറ്റിയിൽ എത്താറായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈസിയായിട്ട് ബൈക്കുകാരെ പിടിച്ചിടിച്ചത്. എന്നുവെച്ചാൽ വണ്ടി ഇടിച്ച് വെച്ചാൽ ആൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. ഇപ്പോൾ പോവുകയുണ്ട്. വെച്ചാൽ അവർ സൈഡിൽ കിടക്കണം. ഇപ്പോഴും ആൾക്കൊന്നും പറ്റിയിട്ടില്ല. നമുക്ക് ആ സിറ്റിയുടെ തുരങ്കത്തിലായിട്ട് വേണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ട വെച്ചാൽ വരെ. അതുകൊണ്ട് കുറച്ച് നേരം എടുക്കും. ഓ ഇതാണല്ലേ ആ ബസ്, ആ ടൂർ ബസ്. നമുക്ക് അവിടെ ആ തുരങ്കത്തിന് അവിടെ പോയി ഒളിച്ചിരിക്കുക ടൂർ ബസ് അറിയണതിന് മുമ്പ്. അവരവിടെ ഇരിക്കും മിക്കവാറും പാർക്ക് ചെയ്യണം, അങ്ങോട്ടില്ല. എന്നിട്ട് വേണം നമുക്ക് അറ്റാക്ക് ചെയ്യാനായിട്ട്. നമുക്ക് തുരങ്കത്തിനുള്ളോട്ട് കയറാം. അച്ഛന്മാരെ നമ്മൾ ഇച്ചിരി മുമ്പ് എന്തോ UFO സംഭവം കണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ അതിലോട്ട് കൊണ്ട് കയറ്റിച്ചാൽ മാത്രം മതി വെച്ചാൽ. അത്രയുള്ള കാര്യം. നമുക്ക് ആ തുരങ്കത്തിൽ കൊണ്ട് കയറ്റിനായിട്ട് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാം, പക്ഷെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. കാരണം പുതിയ സിറ്റി വെച്ചാൽ നമുക്ക് വെച്ചാൽ ഇങ്ങോട്ടാണ് കയറ്റേണ്ടത്. നോക്കും വെച്ചന്മാരെ. ഓക്കെ വെച്ചാൽ നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പച്ച സംഭവം കാണുന്നുണ്ട്. എന്താണോ ആൾക്കാർ വെച്ചാൽ ഇറങ്ങി നോക്കാം. അയ്യോ മറ്റേ UFO അല്ലേ, പെട്ടെന്ന് വണ്ടി കയറാം വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് പണിയാകും. മര്യാദക്ക് അവിടെ തന്നെ ഇരുന്നോളണം, അല്ലെങ്കിൽ ബസ് പൊട്ടിച്ചോളൂ. ആരെങ്കിലും പുറത്തിറങ്ങിയാൽ പൊട്ടിക്കും. എല്ലാവരും അവരുടെ ഇടയിലുള്ള എല്ലാ ഫോണും എല്ലാം ഇങ്ങോട്ട് വന്നേക്ക്. മര്യാദക്ക് വന്നോ. ഈ ബസ്സിൽ ഡ്രൈവറല്ലല്ലോ, ഡ്രൈവറോടെ പോയി. നിങ്ങളുടെ ഡ്രൈവറോടെ എനിക്കറിയാം എന്തെങ്കിലും പറ്റുമോ. ഉണ്ടല്ലേ ഞാൻ ഈ വെപ്പൺ എടുത്തിട്ട് വന്നു വെച്ചാൽ നമ്മുടെ ഉണ്ടാർപ്പി ഇങ്ങോട്ട് പൊട്ടിച്ചേക്കാം. ഓക്കെ മച്ചന്മാരെ. UFO എന്താണ് മിസൈൽ പ്രൂഫാ മച്ചന്മാരെ. നമുക്ക് വണ്ടി തീ പിടിച്ച് വണ്ടിക്ക് വെള്ളം വെച്ചാൽ നമുക്ക് കുറച്ച് നേരമായിട്ട് വെള്ളം ഒഴിക്കണം. അയ്യോ ഞാനിപ്പോൾ ഇവിടെയാണ് നടക്കണത്. അപ്പം അതൊക്കെ സ്വപ്നമായിരുന്നാ? വണ്ടി ഒന്ന് നോക്കട്ടെ. വണ്ടി ഇപ്പോഴും വന്നതില്ലേ? എന്തോ ഒരു ഫോം തന്നെ ഉണ്ടല്ലോ. എന്താ അറിയിച്ചു വന്നു വെച്ചാരെ വിളിച്ചു നോക്കാം. അങ്ങോട്ട് ഇരിച്ച് മച്ചാവരെ ഫോൺ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി ഇച്ചിരി മുമ്പും വണ്ടി സ്കൂൾ ബസ്സിന് എന്തോ ഒരു തകരാറ് പറ്റിയതുകൊണ്ട് ടൂറ് ക്യാൻസലായെന്ന് വെച്ചാൽ വരെ. അത് മാത്രമല്ല ചെറിയ ഇറങ്ങിയപ്പോൾ തന്നെ ശ്രദ്ധിക്കണമെന്നത്തെ സംഭവം ഉണ്ടല്ലോ. അത് എന്തുവാ വച്ചന്മാരെ? അപ്പൊ സ്വപ്നം റിയലാണ്. അയ്യോ ഓടിക്കാ. മച്ചന്മാരെ നമുക്കൊന്നും പറ്റിയിരുന്നു പോകണം കേട്ടോ. ഞാനത്തേനും ചത്തെന്ന് വെച്ചാരെ ഭാഗ്യത്തിന് നമുക്കൊന്നും പറ്റിയില്ല. മച്ചന്മാരെ നമ്മുടെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നിയതായിരിക്കും മച്ചന്മാരെ ഇത്. ഞാനൊന്ന് സ്കൂളിലെ ഒരു വണ്ടിയുടെ നമ്പറിലോട്ടൊന്ന് വിളിച്ചു നോക്കട്ടെ, വണ്ടിക്കാരുടെ നമ്പറിലോട്ട്. അയാൾ പറഞ്ഞ
പറഞ്ഞതിപ്പോൾ വരാൻ പറ്റത്തില്ലെന്നാ. അച്ഛമ്മ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചത് പറയാം. ഇതെന്തായത് അച്ഛാവൻ നമ്മൾ താഴത്തെ പോണ? അയ്യോ അയ്യോ അയ്യോ, ഇതെന്ത് പരിപാടിയാണ് അച്ഛാവൻ? ഇത് പണിയെന്ന് പറഞ്ഞു. അച്ഛാവരെ ഈ കുഴപ്പമൊന്നും കാണില്ല, മിക്കവാറും അതായിരിക്കും നമ്മൾ വെള്ളോട്ട് വിട്ടത്. അയ്യോ